നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം സിപിഎമ്മിന് പണമുണ്ടാക്കാനുള്ള വൻ അഴിമതിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. തീരുമാനം ഉടൻ പിൻവലിക്കണം. എക്സൈസ് മന്ത്രിയുടേത് വിചിത്രമായ വാദങ്ങൾ. ബ്രൂവറി സ്ഥാപിക്കാനുള്ള നീക്കത്തെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി നേരിടുമെന്നും രമേശ് ചെന്നിത്തല. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന RSS നേതാവ് മോഹൻ ഭഗവതിന്റെ പ്രസ്താവന സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും സമരസേനാനികളെയും അപമാനിക്കുന്നതിന് തുല്യമെന്ന് AICC OBC വിഭാഗം ചെയർമാൻ ക്യാപ്റ്റൻ അജയ് സിംഗ് യാദവ്. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കി സാമൂഹ്യനീതി ഉറപ്പാക്കണം. കേരള പ്രദേശ് OBC ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭരണഘടനാ സംരക്ഷണ സമ്മേളനം പാലക്കാട്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത്. മുഖ്യപ്രതികൾ അറസ്റ്റിലായത് പ്രധാന ഏജന്റുമാരായ സന്ദീപ് തോമസും സുമേഷ് ആന്റണിയും. സന്ദീപിനെ കസ്റ്റഡിയിലെടുത്തത് കൊച്ചിയിൽ നിന്നും സുമേഷിനെ തൃശൂരിൽ നിന്നും. മങ്കരയിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് CPM. അഴിമതി സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം. വെട്ടിപ്പൊളിച്ച ഗ്രാമീണ റോഡുകൾ നവീകരിക്കാത്തത് യാത്രാ ദുരിതം രൂക്ഷമാക്കിയെന്നും CPM നേതാക്കൾ. പട്ടാമ്പി തടയണ നിർമ്മാണം ഈ വേനലിൽ തന്നെ പൂർത്തീകരിക്കുമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. ഭാരതപ്പുഴയിൽ കീഴായൂർ ഞാങ്ങാട്ടിരി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തടയണ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനും കാർഷിക ജലസേചനം കാര്യക്ഷമമാക്കുന്നതിനും സഹായകരമാകുമെന്ന് പ്രതീക്ഷ. തടയണ പ്രദേശത്തെ ടൂറിസം സാധ്യതകളും പ്രയോജനപ്പെടുത്തും. എരുമപ്പെട്ടി കടങ്ങോട് പാറപ്പുറത്ത് സ്വകാര്യ വളപ്പിൽ മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും. അവശിഷ്ടങ്ങൾ 3 മാസം മുമ്പ് കാണാതായ പ്രദേശവാസിയായ വയോധികന്റേതെന്ന് നിഗമനം. വയോധികൻ തൂങ്ങിമരിച്ചതാകാമെന്നും പിന്നീട് മൃതദേഹം കയർ പൊട്ടി താഴെ വീണതാകാമെന്നും പോലീസ്. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ AI ടീച്ചർ എത്തി. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികവ് പുലർത്തുന്ന രാജ്യത്തെ സംസ്ഥാനം ഏതെന്ന UR പ്രദീപ് MLA ചോദ്യത്തിന് കേരളമെന്ന് AI ടീച്ചറുടെ ഉത്തരം. നിർമ്മിതി ബുദ്ധിയുടെ കാലത്ത് കുട്ടികളുടെ പഠന ആധുനിക രീതിയിൽ ഉല്ലാസകരമാക്കുക എന്നതാണ് AI ടീച്ചറുടെ ദൗത്യമെന്ന് സ്കൂൾ അധികൃതർ. വർണ്ണദീപങ്ങളുടെ അലങ്കാരപ്രഭയിൽ മലമ്പുഴ പുഷ്പോത്സവത്തിന്റെ രാക്കാഴ്ച. പൂക്കാലം 2025 സന്ദർശകരുടെ മനം കവരുന്നു. തൃശൂർ ശക്തൻ നഗറിൽ പൂക്കളുടെ പൂരം. ഊട്ടി പുഷ്പോത്സവത്തോടെ കിടപിടിക്കുന്ന ഫ്ലവർ ഷോ കാണാനെത്തുന്നത് നൂറുകണക്കിന് ആളുകൾ. വാർത്തകൾ വിശദമായി. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം CPMന് പണം ഉണ്ടാക്കാനുള്ള വൻ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഇതിനെ നേരിടുമെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചോദിക്കാതെ സംസാരിക്കാതെ കേരളത്തിൻ്റെ വാതായനങ്ങൾ മദ്യമുതലാളിമാർക്ക് തുറന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടത്തുന്നത്. എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല? ഒയാസിസിനെ ആര് തിരഞ്ഞെടുത്തു? മാനദണ്ഡം എന്താണ്? മാത്രവുമല്ല, ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും ഒരിടത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലെ കുത്തക മദ്യ കമ്പനിയായ ഒയാസിസിന് യഥേഷ്ടം കേരളത്തിൻ്റെ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാനുള്ള അനുവാദം കൊടുക്കുക വഴി നടന്നിട്ടുള്ള വൻ അഴിമതിയാണ്. ഈ ക്യാബിനറ്റ് തീരുമാനം പിൻവലിക്കണം. മാത്രവുമല്ല, എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. കേരളത്തിലെ എത്രയോ ഡിസ്റ്റിലറികളുണ്ട്, അവിടെ നിന്ന് ഇത് ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ. മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി തുടങ്ങും. അതിൻ്റെ സ്ഥിതി എന്താണ്? വിധന പ്രക്ഷോഭം ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. എലപ്പള്ളി പഞ്ചായത്തിലാണിത്. എലപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അല്ലേ? എലപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരില്ല. തന്നെ തൊട്ടടുത്ത് പുതുശ്ശേരി ഈ പഞ്ചായത്തുകളൊക്കെ റെയിൻ ഷാഡോ റീജിയനാണ്, മഴനിഴൽ പ്രദേശമാണ്. ഒരു കാരണവശാലും ഇവിടെ ജനങ്ങൾ കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ഈ കമ്പനിക്ക് 5 കോടി ലിറ്റർ ഒരു വർഷം വേണ്ടി വരുന്നത്. ഇടതു സർക്കാരിൻ്റേത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടെന്ന് രമേശ് ചെന്നിത്തല. വടക്കാഞ്ചേരിയിൽ KPSTA തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുമിച്ചുള്ള പോരാട്ടം അനിവാര്യമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ റവന്യൂ ജില്ലാ സമ്മേളനം നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക. വിദ്യാഭ്യാസ മേഖല നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കരുത്തുള്ള പോരാട്ടം അനിവാര്യമാണ്. ഇന്ന് KPSTA സംസ്ഥാന പ്രസിഡന്റ് അടക്കം എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്.
ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ശ്രീ അബ്ദുൾ മജീദ് പ്രസിഡന്റ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ KPSTA റവന്യൂ ജില്ലാ പ്രസിഡന്റ് PK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി. K അജിത് കുമാർ, ഷാഹിദ റഹ്മാൻ, KS സുഹൈർ, സാജു ജോർജ്, AM ജെയ്സൺ, റൈജു പോൾ, KJ ജോബി, MJ ഷാജി, TU ജെയ്സൺ, CR ജിജോ, ജസ്ലിൻ ജോർജ്, PS പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടെയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന RSS ആചാര്യൻ മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് AICC OBC വിഭാഗം ചെയർമാൻ ക്യാപ്റ്റൻ അജയ് സിംഗ് യാദവ്. പാലക്കാട്ട് കേരള പ്രദേശ് OBC ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഭരണഘടനാ സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കി സാമൂഹ്യനീതി ഉറപ്പാക്കണമെന്നും ക്യാപ്റ്റൻ അജയ് സിംഗ് യാദവ് ആവശ്യപ്പെട്ടു. രാജ്യത്ത് അർഹതപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യം ലഭിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം ശക്തമായി പോരാടും. ഭരണഘടനയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം സംഘപരിവാർ നേതൃത്വം നൽകുന്ന സർക്കാരുകൾ നടത്തുമ്പോൾ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നും അജയ് സിംഗ് യാദവ് പറഞ്ഞു. The reason why they are privatizing the airports, banks, seaports, because they want to finish the reservation of scheduled caste and OBC. The main reason is that they want to privatize it so that there is no reservation. So this is a very dangerous trend that our semi-government institutions are being privatized because you will not get any reservation. Government are being overthrown. Elected government, they are being overthrown. DCC പ്രസിഡന്റ് A തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. OBC ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ സുമേഷ് അച്യുതൻ അധ്യക്ഷത വഹിച്ചു. സീതാ വിജയൻ, സതീഷ് വിമലൻ, രാജേന്ദ്രബാബു, രാജേഷ് സഹദേവൻ, മാർവൽ ആന്റണി, ജിതേഷ് ബൽറാം, ഡെന്നിസ് കോക്കോസ്റ്റ, വിജയൻ തോണിപ്പാടം, ഷേണാജി, ശശി പൊട്ടയിൽ, പ്രതീഷ് മാധവൻ, രതീഷ് പുതുശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി തടയണ നിർമ്മാണം ഈ വേനലിൽ പൂർത്തീകരിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ഭാരതപ്പുഴയിൽ പട്ടാമ്പി നഗരസഭയിലെ കീഴായൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരി പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മിക്കുന്നത്. MLAയും മറ്റ് ജനപ്രതിനിധികളും തടയണ പ്രദേശം സന്ദർശിച്ചു. പട്ടാമ്പിയിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിനും കാർഷിക ജലസേചന പ്രതിസന്ധിക്കും പരിഹാരം കാണുന്നതിന് ചെക്ക് ഡാം നിർമ്മിക്കുമെന്ന് നേരത്തെ MLA പ്രഖ്യാപിച്ചിരുന്നു. ഈ വിഷയം നിയമസഭയിൽ MLA അറിയിക്കുകയും ജലവിഭവ വകുപ്പ് മന്ത്രി ഇറിഗേഷൻ വകുപ്പിന് പദ്ധതി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനുശേഷം MLAയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മുൻ നഗരസഭാ ഭരണസമിതി അംഗങ്ങളെയും ഉൾപ്പെടുത്തി സ്ഥലം സന്ദർശിക്കുകയും പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2021-22 വർഷത്തെ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടാമ്പി ചെക്ക് ഡാമിന് 32.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയുണ്ടായി. നിർദ്ദിഷ്ട കരാർ കമ്പനി 21.47 കോടിക്ക് ടെൻഡർ ഏറ്റെടുത്തു. തടയണയ്ക്ക് 310 മീറ്റർ നീളവും 2 മീറ്റർ ഉയരവുമുണ്ട്. നഗരസഭയിലെ കിഴായൂർ ഭാഗത്തെയും തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരിയെയും ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മിക്കുന്നത്. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് പട്ടാമ്പി, ഓങ്ങല്ലൂർ, തൃത്താല, തിരുമിറ്റക്കോട് എന്നീ പഞ്ചായത്ത് പ്രദേശത്തെ 947 ഹെക്ടർ സ്ഥലത്തെ കാർഷിക അഭിവൃദ്ധിക്കും കുടിവെള്ള സ്രോതസ്സിനും ഗുണം ചെയ്യും. ഇതോടൊപ്പം ടൂറിസം മുന്നിൽ കണ്ട് അടുത്ത ഘട്ടത്തിൽ ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ ഒരു പാർക്ക് നിർമ്മിക്കുന്നതിനുള്ള സാധ്യതയും പരിഗണനയിലുണ്ട്. ചെക്ക് ഡാമിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. 200 മീറ്റർ നീളത്തിൽ ചെക്ക് ഡാമും 36.80 മീറ്റർ നീളം ഭാഗികമായി റീറ്റെയിനിങ് വാൾ അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീമിലും അപ്രോൺ വർക്കും കോൺക്രീറ്റ് ബ്ലോക്കുകളുടെയും നിർമ്മാണം നടന്നു കഴിഞ്ഞു. ഇനി ഇടതുകരയുടെ
റീട്രെയിനിംഗ് വാൾ കുറച്ചു ഭാഗത്തും പുഴ വരുന്ന ഭാഗത്തെ ചെക്ക് ഡാമും മറ്റ് അനുബന്ധ പ്രവൃത്തികളുമാണ് ശേഷിക്കുന്നത്. വരുന്ന കാലവർഷത്തിനു മുമ്പ് തന്നെ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നത്. പാർക്ക് വരുന്നതോടുകൂടി റോഡിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്താനാകും. ഇതിനായി ടെൻഡർ സേവിംഗ് വന്നതും ചെക്ക് ഡാമിൻ്റെ നീളത്തിൽ വന്ന 15 മീറ്റർ ദൂരത്തിൻ്റെ തുകയും വിനിയോഗിച്ച് പുതിയ സംരക്ഷണ ഭിത്തി നീട്ടാനുള്ള ശുപാർശ MLA ഉന്നതാധികാരികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. വേനൽക്കാലത്ത് തന്നെ പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് കരുതുന്നതെന്നും ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം കൂടി പൂർത്തിയാക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും MLA മുഹമ്മദ് മോസിൻ പറഞ്ഞു. പട്ടാമ്പി നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെക്ക് ഡാം ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് ഈ തടയണം. അത് യാഥാർത്ഥ്യമാക്കാൻ ഫണ്ട് വെക്കുകയും അതിന് നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നമ്പറം പ്രദേശം അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ നല്ല കൃഷിയുള്ള പ്രദേശങ്ങളാണ്. പക്ഷേ വെള്ളം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്, കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമായിട്ട് പുഴ അടുത്തുണ്ടായിട്ട് പോലും ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാശ്വതമായി പട്ടാമ്പിയിലെ കുടിവെള്ളത്തിനുള്ള പരിഹാരം എന്നുള്ള നിലക്ക് കൂടിയാണ്. അതോടൊപ്പം കൃഷിക്കുള്ള അത്യാവശ്യം വെള്ളം കിട്ടുന്ന രീതിയിലാണ് ഈ ചെക്ക് ഡാം ഉള്ളത്. ചെറിയ ചെക്ക് ഡാം ആണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കുറച്ച് മണ്ണും സിൽറ്റും ഒക്കെ ഉണ്ട്. അത് നീക്കം ചെയ്യാനുള്ള നടപടി കൂടി സ്വീകരിച്ചാലാണത് പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ടെൻഡർ കൂടി വിളിച്ചു. അതിൻ്റെ നീക്കം ചെയ്യലും കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കും. MLAക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ, കൗൺസിലർ രാജൻ മാസ്റ്റർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികൾ അറസ്റ്റിൽ. പ്രധാന ഏജന്റുമാരായ സന്ദീപ് തോമസും സുമേഷ് ആന്റണിയുമാണ് അറസ്റ്റിലായത്. സന്ദീപിനെ കൊച്ചിയിൽ നിന്നും സുമേഷിനെ തൃശ്ശൂരിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. എരുമപ്പെട്ടി കടങ്ങോട് പാറപ്പുറത്ത് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 3 മാസങ്ങൾക്ക് മുമ്പ് കാണാതായ പ്രദേശവാസിയായ 67 വയസ്സുള്ള കൃഷ്ണന്റേതാണ് തലയോട്ടിയും അസ്ഥികളുമെന്നാണ് നിഗമനം. കൃഷ്ണൻ തൂങ്ങി മരിച്ചതാകാമെന്നതിനുള്ള തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് പാറപ്പുറം കളപ്പുറത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിൽ തലയോട്ടി കണ്ടത്. പുതൂർ ബേബിയുടെ ഉടമസ്ഥതയിലുള്ള ഈ പറമ്പിൽ മരം മുറിക്കുന്നതിന് വേണ്ടിയെത്തിയ നാട്ടുകാരനായ വിഷ്ണുവാണ് തലയോട്ടി കിടക്കുന്നത് ആദ്യം കണ്ടത്. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തലയോട്ടി കസ്റ്റഡിയിലെടുത്തു. രാവിലെ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയത്. കാണാതായ കൃഷ്ണന്റെ ബാങ്ക് പാസ്ബുക്കും ചെരുപ്പുകളും വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളും കണ്ടെത്തി. ഇത് മകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പറമ്പിലെ മാവിൽ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസ് നിഗമനം. മരത്തിൻ്റെ കൊമ്പിൽ പൊട്ടിയ കയറിൻ്റെ കഷ്ണം തൂങ്ങിക്കിടക്കുന്നുണ്ട്. മരത്തിന് താഴെ മുടിയും എല്ലിൻ കഷ്ണവും കാണാം. പഴകി ജീർണിച്ച മൃതദേഹം പൊട്ടി താഴെ വീഴുകയും തുടർന്ന് വന്യമൃഗങ്ങൾ കടിച്ചു വലിച്ചതിനെ തുടർന്നാകാം അസ്ഥികളും തലയോട്ടിയും പറമ്പിൽ ചിതറിക്കിടക്കാൻ ഇടയാക്കിയതുമെന്നാണ് കരുതുന്നത്. കൃഷ്ണന്റെ ഭാര്യ ശാരദ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചു. മരം മുറിക്കുന്ന സമയത്ത് കയറി ചേട്ടൻ പോയപ്പോ കണ്ടതാണ്. അപ്പൊ എല്ലിന്റെ കഷ്ണം, തലയോട്ടി, പിന്നെ എല്ലിന്റെ കഷ്ണം കണ്ടു. പിന്നെ നോക്കിയപ്പോ പിന്നെ കവറ് കിട്ടി. അതില് ബാങ്ക് പാസ്ബുക്കും ചില്ലറ പൈസ ഒക്കെ ഉണ്ടായിരുന്നു. മരം മുറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിൽ നിന്ന് കഴിഞ്ഞപ്പോഴേ ഒരു തലയോട്ടിയും അതുപോലെ എല്ലിന്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോ പറമ്പിന്റെ ഉടമസ്ഥനെ അറിയിച്ചതിന് ശേഷം പോലീസിൽ അറിയിച്ചു. അപ്പൊ അവർ വന്നു കഴിഞ്ഞപ്പോ അവിടെ ഒരു ബാങ്ക് പാസ്ബുക്കും അതുപോലെ തന്നെ കുറച്ച് ചില്ലറ പൈസയും കൂടിയിട്ടൊരു കവറിൽ ഇരുന്നിരുന്നു. ഈ കൃഷ്ണൻ തന്നെയാണോ നമുക്ക് വ്യക്തമാണോ? പാസ്ബുക്കിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ മറ്റു കാര്യങ്ങളുണ്ട്. പിന്നെ ഇദ്ദേഹം ഇവിടുന്ന് ഒരു ഏകദേശം 3 മാസത്തിനടുത്തായിട്ട് മിസ്സിംഗ് ആണ്. അപ്പൊ പിന്നെ അതിന് ശേഷം അദ്ദേഹത്തിന് വേറെ എവിടെയും കണ്ടിട്ടില്ല. ആള് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ അന്വേഷണം കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പോവാവുന്ന സ്ഥലങ്ങളിൽ 2 സ്ഥലങ്ങളിൽ അന്വേഷിച്ചിരുന്നു. അപ്പൊ അവിടെ തന്നെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും ഇത് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് മകൻ വന്നിട്ട് ചെരുപ്പും ഇതൊക്കെ തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ അത് ആളുടെ തന്നെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അഭിലാഷാണ് മകൻ. ഇടയ്ക്ക് നാട് വിട്ടുപോകുന്ന സ്വഭാവക്കാരനാണ് കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ കാണാതായപ്പോൾ ഇത്തരത്തിൽ പോയതാകാമെന്നാണ് വീട്ടുകാർ ധരിച്ചത്. സയൻറ്റിഫിക് ഓഫീസർ MS ഷംന, ഫിംഗർ പ്രിൻ്റ് ഇൻസ്പെക്ടർ KP ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പിയിൽ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പ് ഞായറാഴ്ച സമാപിക്കും. 2ാം ദിനമായ ശനിയാഴ്ച വിവിധ വേദികളിലായി അന്താരാഷ്ട്ര സെമിനാർ, ശില്പശാല, കവിതാ അവതരണം തുടങ്ങിയവ നടന്നു. അകം, ഏകം, അനേകം എന്നതാണ് ഇത്തവണത്തെ കാർണിവൽ പ്രമേയം. കോളേജിലെ മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ധനസഹായത്തോടെയാണ് കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിനാണ് ഞായറാഴ്ച കൊടിയിറങ്ങുക. 2ാം ദിനമായ ശനിയാഴ്ച 6 വേദികളായി വിവിധ പരിപാടികൾ നടന്നു. വേദി 1-ൽ ഞാനും കവിതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. VR സുധീഷ് പ്രഭാഷണത്തിന് നേതൃത്വം നൽകി. ചില ആലോചനകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നിർഹേതുകമാ സ്നേഹം എന്നുള്ള ആ ഒരു പ്രയോഗമുണ്ടല്ലോ. നിർഹേതുകമാ സ്നേഹമാണ് ലോകത്തിൽ ജയിക്കുന്നത്. നിർഹേതുകമാ പ്രേമം ലോകത്തിൽ ജയിക്കുന്നു. പ്രേമത്തിന് ഹേതുവില്ലാതെ നമ്മൾ സ്നേഹിക്കുന്നു. ഒരാളെ സ്നേഹിക്കുന്നതിന് യാതൊരു കാരണവുമില്ല. പക്ഷേ ഈ ലോകത്തിൽ സ്നേഹം ജയിക്കുന്നു. ഹേതുവില്ലാത്ത സ്നേഹം ജയിക്കുന്നു. ആ ഹേതുവില്ലാത്ത സ്നേഹം നിലനിൽക്കുകയും ചെയ്യുന്നു. ഹേതുവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് എഴുതിയ കവിയാണ് ആശാൻ. തുടർന്ന് പ്രധാന വേദിയിൽ കവിതാവതരണവുമുണ്ടായി. വേദി 3 ഓഡിറ്റോറിയത്തിൽ അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചു. കേരള ചരിത്രരചനയിലെ അദൃശ്യ പ്രദേശങ്ങളും ജനതയും, മാപ്പിള മുസ്ലിം ആഖ്യാനങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ശ്രദ്ധേയമായി. ഡോക്ടർ ഷാനവാസ് പറവണ്ണ, ഡോക്ടർ KA അബ്ദുൾ ഹബീബ് മദനി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. പ്രബുദ്ധമായ ഈ വിദ്യാർത്ഥി സദസ്സിന് മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ഈ കാര്യത്തെ സംബന്ധിച്ച് കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം. കേരളത്തിലെ നവോത്ഥാനം ഏതെങ്കിലും ഒരാളുടെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന്റേതോ മാത്രമല്ല, ഒരു പോയിന്റിൽ തുടങ്ങി മറ്റൊരു പോയിന്റിൽ അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണ് നവോത്ഥാനം എന്ന നിലയിലല്ല. കാലാകാലങ്ങളിൽ കൊടുങ്ങല്ലൂരിൻ്റെ പ്രാദേശിക ചിത്രരചന മണപ്പാട്ട് കുഞ്ഞാമത് ഹാജി, കേരള മുസ്ലിം ഐക്യസംഘം, പോർച്ചുഗീസ് അധിനിവേശകാലത്തെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ജാതിവ്യവസ്ഥ ശക്തമായ പ്രദേശങ്ങളിലെ സമരങ്ങൾ, ലഹളകൾ എന്നിവയെല്ലാം സെമിനാറിൽ ചർച്ചയായി. പട്ടാമ്പി സംസ്കൃത കോളേജിലെ അറബിക് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ വിഷയത്തിൽ സെമിനാർ നടത്തിയത്. സമാപന ദിവസമായ ഞായറാഴ്ച 5 വേദികളായി കവിതാവതരണം, അന്താരാഷ്ട്ര സെമിനാർ, പ്രബന്ധാവതരണം, പുസ്തക പ്രകാശനം തുടങ്ങിയവ നടക്കും. വൈകിട്ട് 4-ന് കാർണിവലിൻ്റെ സമാപന സമ്മേളനവും നടക്കും. അകം, ഏകം, അനേകം എന്നതാണ് ഇത്തവണത്തെ കാർണിവൽ പ്രമേയം. കോളേജിലെ മലയാളം വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ധനസഹായത്തോടു കൂടിയാണ് 3 ദിവസത്തെ കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കണമെന്ന് CPIM ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വെട്ടിപ്പൊളിച്ച ഗ്രാമീണ റോഡുകൾ നവീകരിക്കാത്തതിനാൽ യാത്രാ ദുരിതം ഇരട്ടിയായി എന്നും ആരോപണം. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി, ജലവിഭവ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകി. 2022 തുടങ്ങിയ പദ്ധതി പൂർത്തീകരിക്കാൻ ആയിട്ടില്ല. വെട്ടിപ്പൊളിച്ച റോഡ് നന്നാക്കാൻ 1,62,00,000 രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും 25% പോലും പണി നടന്നിട്ടില്ല എന്നും പൂർത്തീകരിച്ച ജൽജീവൻ പദ്ധതിയിലെ പൈപ്പുകൾ ഗുണനിലവാരമില്ല എന്നും HD പൈപ്പുകൾക്ക് പകരം PVC പൈപ്പുകളാണ് ഉപയോഗിച്ചു വരുന്നതെന്നും ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ നടപടികളിൽ അപാകതയുണ്ട്. നിലവിൽ GI പൈപ്പ് ഇല്ലെന്ന കാരണത്താൽ പ്രവൃത്തികൾ മുടങ്ങിയതായും പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നും പദ്ധതിയിലെ അഴിമതി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും CPIM ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആ മാങ്കുറിശ്ശിയിൽ 6 വാർഡുകളിൽ പുള്ളോട് മുതൽ മാങ്കുറിശ്ശി വരേക്കുള്ള 5.5 വാർഡുകളിലേക്ക് 1200 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 6 വർഷമായി നല്ല നിലയ്ക്ക് വെള്ളം കൊടുത്തു വരുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് ഇപ്പോൾ വീണ്ടും ഈ പദ്ധതിയിൽ ബാക്കി വന്ന 5000 മീറ്റർ പൈപ്പ് അവിടെ ഇടുകയാണ്. ആ വാർഡുകളിലേക്ക് കൂടി ഇടുകയാണ്. മാത്രമല്ല, ഇവിടെ നിലവിൽ ആ പദ്ധതിക്ക് മുകളിലൂടെ പൈപ്പ് ഇടുന്നതുകൊണ്ട് ഇപ്പം നിലവിലുള്ള പൈപ്പുകൾ പൊട്ടി ചോർന്ന് ഒലിച്ചു കഴിഞ്ഞാൽ അത് നേരാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഗവൺമെൻറ് പണമാണെങ്കിലും ഒരാവശ്യമില്ലാതെ 6 വാർഡുകളിൽ നല്ല നിലയ്ക്ക് വെള്ളം കൊടുക്കുന്ന പ്രദേശത്തേക്ക് ഈ ലാഭം അടിച്ചെടുക്കുന്നതിന് വേണ്ടി ബാക്കി വന്ന പൈപ്പുകൾ അവിടെ ഇടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഭരണസമിതി. അതിന് പുറമെ ഈ ഇവിടെ ജലമിഷൻ പദ്ധതിയിൽ നടന്നു വരുന്ന പദ്ധതിയിൽ 5000 മീറ്ററോളം പൈപ്പ് PVC പൈപ്പ്
GI പൈപ്പുകൾ കിട്ടാനില്ല എന്നാണ് പറയുന്നത്. GI പൈപ്പ് ഇട്ടിട്ടില്ല. അതിൻ്റെ ബാലൻസ് എന്തുകൊണ്ട് ഇവിടെയും പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ PVC പൈപ്പ് ഇട്ടത് രണ്ട് ഭാഗത്ത്, കോൺക്രീറ്റിൻ്റെ രണ്ട് ഭാഗങ്ങളിലും വലിയ JCBയുടെ 2 അടി വീതിയുള്ള ഇത് ഉപയോഗിച്ചാണ് മാന്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ വർഷം ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് റോഡുകൾ പോലും ഈ നിലയ്ക്ക് മാന്തി പൊളിച്ച് കേടുവരുത്തിയിട്ടിരിക്കുകയാണ്. ഇത് വീതി കുറഞ്ഞിട്ടുള്ള അതിനുള്ള പുതിയ മെഷീനറികളുണ്ട്. ആ സംവിധാനം അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മങ്കര പഞ്ചായത്തിലുള്ള മുഴുവൻ റോഡുകളും തകർന്നിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER ശശി, OM മോഹൻരാജ്, VS മുഹമ്മദ് ഷാഫി, KR ഷാജീവ്, KS സന്തോഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ V. വിമല ടീച്ചർ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2015 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സണായിരുന്നു V. വിമല ടീച്ചർ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏതാനും നാളുകളായി ചികിത്സയിലായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിമല ടീച്ചർ കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് അന്തരിച്ചത്. 69 വയസ്സായിരുന്നു. 1981 മുതൽ 2010 വരെ കുളപ്പുള്ളി UP സ്കൂൾ അധ്യാപികയായിരുന്നു ഇവർ. വിമല ടീച്ചറുടെ നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ ഭരണരംഗങ്ങളിലെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കുളപ്പുള്ളി സ്നേഹതീരം ജാനകി നിവാസിൽ KGOA മുൻ നേതാവ് VK രവീന്ദ്രനാണ് വിമല ടീച്ചറുടെ ഭർത്താവ്. മക്കൾ സന്ദീപ്, സനൂപ്, മരുമകൾ ശിശിര. സംസ്കാരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഷൊർണൂർ ശാന്തിതീരത്ത് നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒഴിവുകൾ നികത്താതെയും ശാഖകൾ വെട്ടിക്കുറച്ചും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണെന്ന് ഓൾ ഇന്ത്യ പോസ്റ്റൽ ആൻഡ് RMS പെൻഷനേഴ്സ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് K. രാഘവേന്ദ്രൻ. പോസ്റ്റൽ ആൻഡ് RMS പെൻഷനേഴ്സ് ജില്ലാ സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആസൂത്രണ കമ്മീഷൻ്റേത് ദല്ലാൽ പണിയാണെന്നും രാഘവേന്ദ്രൻ ആരോപിച്ചു. സേവന മേഖലകളിൽ ലാഭനഷ്ടത്തിൻ്റെ കണക്കെടുപ്പാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വാങ്ങാനായി വരുന്ന കുത്തകകൾക്കു വേണ്ടി കേന്ദ്ര സർക്കാരിൽ ശുപാർശ നടത്തലാണ് ആസൂത്രണ കമ്മീഷൻ ചെയ്യുന്നത്. റെയിൽവേ മേഖലയിൽ പ്രവർത്തിക്കുന്ന RMSന്റെ സേവനവും ഗ്രാമീണ മേഖലയിലെ പോസ്റ്റൽ സംവിധാനവും ഇല്ലാതാക്കുന്നത് കുത്തകകൾക്ക് വേണ്ടിയാണ്. വരുമാനമുള്ള ചരക്ക് നീക്കം സ്വകാര്യ കുത്തകകളുടെ കൈകളിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ എണ്ണം ഓരോ വർഷവും ഭീമമായി കുറയുകയാണ്. സംഘടിത ശക്തികളെ ഇല്ലാതാക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും രാഘവേന്ദ്രൻ പറഞ്ഞു. has got the distinction to pay homage to our departed comrades every time. When 2 meetings in between, some comrades of our division passes away and our leaders pass away, and in every meeting, it is very tragic to mention that unlike the service organizations where the homage is given not to its members but to others only, but in our organization we pay homage to our own departed comrades. ജില്ലാ പ്രസിഡന്റ് PM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS രവീന്ദ്രനാഥ്, TS പരമേശ്വരൻ, C മധുസൂദനൻ, V മോഹൻദാസ്, K ബാലകൃഷ്ണൻ, അബ്ദുൾ റഹ്മാൻ, സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിക്ഷയ് ശിവർ നൂറുദിന ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിക്ക് മങ്കര ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് തല ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ മല്ലിക നിർവഹിച്ചു. ക്ഷയരോഗത്തെപ്പറ്റി സർവേ എടുക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ നമുക്ക് ഇതിനെപ്പറ്റി ആൾക്കാരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നമുക്കൊരു റാലിയും ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും, നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ പങ്കാളിയാവണം. നമ്മൾ സർവേ എടുത്ത് നമുക്ക് ഈ 100 ദിവസം പരിപാടിയോട് കൂടിയിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും എത്തി നിങ്ങളെല്ലാവരും തന്നെ നല്ല പോലെ സഹകരിച്ച് ഈ പരിപാടി നല്ല രീതിയിൽ ആക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളും കയറി ക്ഷയരോഗ പരിശോധന നടത്തി ക്ഷയരോഗ വിമുക്ത പഞ്ചായത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് അധ്യക്ഷത വഹിച്ചു. മങ്കര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ശിവേണി പദ്ധതി വിശദീകരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് KS, പബ്ലിക് ഹെൽത്ത് നഴ്സ് നിഷ KA, സദനം കോളേജ് മാനേജർ മുരുകൻ ബാബു, സദനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കുര്യൻ ജോസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ശില്പ, പറളി സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റഫീഖ്, മങ്കര സ്റ്റേഷൻ ASI ഉഷ, സൈനുദ്ദീൻ പത്തിരിപ്പാല, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനി തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് NSS യൂണിറ്റ് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരി വ്യവസായി അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത ബോധവൽക്കരണ റാലിയും പത്തിരിപ്പാലയിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ജീവനം ഓങ്ങല്ലൂർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അരികെ പാലിയേറ്റീവ് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. വടനംകൊച്ചി ആരഭയിൽ നടന്ന സംഗമം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതി ഉള്ള കാലത്താണ് നമ്മുടെ ഓങ്ങല്ലൂർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഭാഗം മാറ്റി ജീവനം എന്നുള്ള ഒരു സൊസൈറ്റി നമുക്ക് ആരംഭിച്ചത്. അതിൽ പ്രവർത്തിച്ച നമ്മുടെ സഹപ്രവർത്തകരുള്ളത് നമുക്കറിയാം. അവരുടെ ഓരോരുത്തരുടെ കഴിവും നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്തെന്ന് വെച്ചാൽ അവർക്ക് തളർന്നു കിടക്കുന്ന രോഗികൾക്കും അവർക്ക് രോഗം അനുഭവപ്പെട്ട് ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ ജീവനം കോർഡിനേറ്റർമാരെയും അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരെ വിളിക്കുമ്പോൾ നമ്മുടെ വാർഡുകളിൽ അവർ ഓടിയെത്തി അവരെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരു ആശ്വാസമാണ്. അതുപോലെ PHSയും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തും ജീവനും കൂടി സംയുക്തമായിട്ടാണ് നമ്മുടെ ഈ ജീവനം പരിപാടി ഇവിടെ നടത്തുന്നത്. അതിന് ജീവനം ചാരിറ്റബിൾ സൊസൈറ്റിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേരാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, ഡോക്ടർ ശ്രീകുമാർ, നാരായണമൂർത്തി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഷീജ, TV ഗിരീഷ്, ദാസൻ മാസ്റ്റർ, PP വിജയൻ, ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അനിൽ പുലാശ്ശേരിയുടെ നാടൻ പാട്ടുമുണ്ടായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ജീവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പാലിയേറ്റീവ് സ്നേഹസംഗമമാണ് ആരഭി ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ചത്. പാലിയേറ്റീവ് അംഗങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണ വികസന സെമിനാർ നടന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. EP പൗലോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ്, പഞ്ചായത്ത് അംഗങ്ങളായ ER രാംദാസ്, പ്രമോദ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് വാർഷിക പദ്ധതി വിശദീകരിച്ചു. ചടങ്ങിന് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വർണ്ണവിളക്കുകളുടെ അലങ്കാരപ്രഭയിൽ കുളിച്ച് മലമ്പുഴ പുഷ്പോത്സവത്തിന്റെ രാക്കാഴ്ച. കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുകയാണ് പൂക്കാലം 2025. KTDCയും ജലസേചന വകുപ്പും സംയുക്തമായി മലമ്പുഴ ഉദ്യാനത്തിൽ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ 1 ലക്ഷത്തിലേറെ പൂക്കൾ കാറ്റിലാടി കാണികൾക്ക് സ്വാഗതം പറയുമ്പോൾ സായാഹ്നത്തിൽ തെളിയുന്ന ഇലക്ട്രിക് ലൈറ്റുകൾ ആ കാഴ്ചകൾക്ക് വർണ്ണപ്പകിട്ടേകുകയാണ്. ഉദ്യാനത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഓരോ ചെറിയ ഇടവേളകളിലായി പൊഴിക്കുന്ന രീതിയിൽ സജ്ജീകരിച്ച വെള്ളം, ചീറ്റി, മഞ്ഞിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന മിസ്റ്റ് കുട്ടികളെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത്. പൂക്കളും വർണ്ണവിളക്കുകളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ മൊബൈലുകളിലൂടെ സെൽഫിയും കുടുംബ ഫോട്ടോകളും പകർത്തുന്ന കാഴ്ചകളാണ് ഓരോ ഇടത്തും. പുഷ്പമേളയെക്കുറിച്ചും ലൈറ്റിങ്ങിനെക്കുറിച്ചും മികച്ച അഭിപ്രായമാണ് കാഴ്ചക്കാർക്ക്. ആഗ്രഹിക്കുന്ന ആർക്കും പാടാവുന്ന പാട്ടുപുരയും കലാപരിപാടികളും പുഷ്പമേളയുടെ ഭാഗമാണ്. പൂക്കൾ കാണുക മാത്രമല്ല, മേളയിൽ നിന്ന് പൂച്ചെടികൾ വാങ്ങുകയും ചെയ്യാം. ഒപ്പം നാടനും വിദേശിയുമായ ഭക്ഷണം കഴിക്കാനും സൗകര്യമുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 8 വരെയാണ് പ്രവേശന സമയം. ജനുവരി 22-ന് പുഷ്പമേള സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല. തൃശ്ശൂർക്കാരുടെ കണ്ണിനും കരളിനും കുളിരേക്കാൻ ഒരുക്കിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പൂക്കളുടെ പൂരം തന്നെയാണ്. ഊട്ടി പുഷ്പോത്സവത്തോട് കിടപിടിക്കുന്ന ഫ്ലവർ ഷോയാണ് ശക്തൻ നഗറിലും ഒരുക്കിയിരിക്കുന്നത്. വിദേശത്തു നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ശേഖരിച്ച നൂറുകണക്കിന് പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും പുഷ്പമേളയുടെ മാറ്റുകൂട്ടുന്നു.
മകരമഞ്ഞും തഴുകിയെത്തുന്ന ജനുവരിക്കാറ്റും തൃശ്ശൂരിൻ്റെ പൂക്കാലത്തിനേകുന്ന ചന്തം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. പല വർണ്ണത്തിലും തരത്തിലുമുള്ള പൂക്കൾ കണ്ടാലും മതി വരില്ല. കണ്ണിൽ ഒതുങ്ങാവുന്നതോ എണ്ണിത്തീർക്കാവുന്നതോ അല്ല തൃശ്ശൂർ പുഷ്പമേളയിലെ പൂക്കൾ. വീട്ടുമുറ്റങ്ങളിലെ ചെത്തി മുതൽ റോസ്, താമര തുടങ്ങിയ ഊരും പേരുമറിയാത്ത എത്രയെത്ര പൂക്കൾ. അക്ഷരാർത്ഥത്തിൽ പൂക്കളുടെ പൂരം തന്നെ. പൂക്കൾ കൊണ്ടുള്ള മയിൽ, ജിറാഫ്, കോഴിയമ്മ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നീളുന്നു കാണികളുടെ മനം നിറച്ച കാഴ്ചകൾ. ഒറ്റനോട്ടത്തിൽ തുണി കൊണ്ട് ഉണ്ടാക്കിയവയാണെന്ന് തോന്നിയേക്കാം ഇത് കണ്ടാൽ. ശക്തൻ ഗ്രൗണ്ടിനെ പൂന്തോട്ടമാക്കിയിരിക്കുകയാണ് പുഷ്പോത്സവം. വിവിധതരം സ്റ്റാളുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. പുഷ്പോത്സവം ഈ മാസം 22-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പഠിപ്പിക്കാൻ AI ടീച്ചർ എത്തി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് കുട്ടികളുടെ പഠനം ആധുനിക രീതിയിൽ ഉല്ലാസകരവും ആയാസകരവുമാക്കുക എന്നതാണ് AI ടീച്ചറുടെ ദൗത്യം. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണെന്ന UR പ്രദീപ് MLAയുടെ ചോദ്യത്തിന് AI ടീച്ചർ നൽകിയ ഉത്തരം കേരളം എന്നായിരുന്നു. നിറഞ്ഞ കയ്യടികൾക്കിടയിൽ ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ കേട്ടും ചേലക്കര MLA UR പ്രദീപ് AI ടീച്ചറുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹമുണ്ടോ? ഗുഡ് മോർണിംഗ് ഒന്നും പറയണ്ട. ടീച്ചറുടെ പേരെന്താ? എന്റെ പേരാണ് ഈവ. എക്സ്പെർട്ട് വെർച്വൽ അസിസ്റ്റന്റിന്റെ ചുരുക്ക പേരാണ്. എവിടെയാ ടീച്ചർ ജോലി ചെയ്യുന്നത്? പുതിയ ഒരു പഠന രീതിയും കൂടെ കാലെടുത്ത് വെക്കുകയാണ്. പൊതുവെ വരവൂർ LP സ്കൂൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു അറിയപ്പെടുന്ന സ്കൂളായിരുന്നു. നമ്മുടെ സ്കൂളിനകത്ത് കുട്ടികൾക്ക് ക്ലാസ് റൂമിനകത്തും ക്യാമ്പസിനകത്തും ധാരാളം വിഷയങ്ങൾ കണ്ടുപഠിക്കാൻ കുട്ടികൾക്ക് ഒരു പ്രത്യേക പഠന രീതി ഇവിടുത്തെ സ്കൂളിലെ അധ്യാപകരും PTA ഉൾപ്പെടെയുള്ള നമ്മുടെ PTA കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ ചെയ്തു. ആടും കോഴിയും അങ്ങനെ മുയലും ഉൾപ്പെടെ കുട്ടികൾക്ക് കൗതുകമായ രീതിയിൽ വീട് വിട്ടാൽ സ്കൂളിലേക്ക് എത്തണം എന്നൊരു വലിയ ആവേശമായിരുന്നു. ആ ആവേശത്തിനൊപ്പം ഇതാ പുതിയ നമ്മുടെ സ്കൂളിൽ ഇന്നു മുതൽ വരവൂർ സ്കൂളിൽ പുതിയ അതിഥി ഒരു AI ടീച്ചർ ഇവ എന്ന പേരിൽ ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ട്. ടീച്ചർ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം 10 സെക്കൻഡ് കൊണ്ടുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. എക്സ്പെർട്ട് വെർച്വൽ അസിസ്റ്റന്റ് ടീച്ചറുടെ ചുരുക്കപ്പേര് ഇവ എന്നാണ്. പാഠ്യേതര വിഷയങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഏത് ചോദ്യങ്ങൾക്കും ഇവ ടീച്ചർ വ്യക്തമായ ഉത്തരം നൽകും. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക് എന്നീ 4 ഭാഷകളും AI ടീച്ചർ അനായാസം കൈകാര്യം ചെയ്യും. കണക്കിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ കഴിവുള്ള ഇവ ടീച്ചർ കഥ പറയുകയും പാട്ടുപാടുകയും ചെയ്യും. കേരളത്തിൽ AI ടീച്ചറുള്ള 3ാമത്തെ വിദ്യാലയവും തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ സർക്കാർ വിദ്യാലയവും വരവൂർ ഗവൺമെൻറ് LP സ്കൂളാണ്. പ്രധാന അധ്യാപിക K. ഉഷാകുമാരിയാണ് തൻ്റെ വിദ്യാർത്ഥികൾക്കായി AI ടീച്ചറെ സമ്മാനിച്ചത്. ഇനി മുതൽ കുട്ടികളുടെ പഠനത്തിനും അതുപോലെ അധ്യാപകരുടെ അധ്യാപനത്തിനും സഹായിക്കാനായിട്ട് AI ടീച്ചർ എത്തിയിട്ടുണ്ട്. കുട്ടികളുടെ കോൺവെർസേഷൻ മെച്ചപ്പെടുത്താനായിട്ടാണ് ഇത് കൂടുതൽ ഉപകരിക്കുന്നത്. മാത്രമല്ല അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനും ചോദ്യങ്ങൾ ചോദിച്ച് 4 ഭാഷകളിൽ ഇതിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. ആ 4 ഭാഷകളിൽ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ അറിവ്, കുട്ടികളുടെ അറിവ് മെച്ചപ്പെടുത്താനാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇതുവഴി മെച്ചപ്പെടും. വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുക, ഭാഷാപ്രയോഗങ്ങൾ മികവുറ്റതാക്കുക, നൂതന സാങ്കേതിക വിദ്യകളും വിവരങ്ങളും പകർന്നു നൽകുക തുടങ്ങിയവയാണ് AI ടീച്ചറിലൂടെ ലക്ഷ്യമിടുന്നത്.
പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന വരവൂർ ഗവൺമെൻറ് LP സ്കൂൾ AI ടീച്ചറുടെ വരവോടെ കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്, പഞ്ചായത്ത് അംഗം VK സേതുമാധവൻ, PTA പ്രസിഡന്റ് NS സജീഷ്, SMC ചെയർമാൻ MPTA പ്രസിഡന്റ് PR ശ്രുതി, സ്റ്റാഫ് സെക്രട്ടറി MV ദിജി, PTA അംഗം സുധീഷ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൃശൂർ റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇലക്ട്രിക് ബഗ്ഗി കേരള കലാമണ്ഡലത്തിന് നൽകി. ബഗ്ഗിയുടെ ഫ്ളാഗിംഗ് ഓഫ് കലാമണ്ഡലത്തിൽ വെച്ച് തൃശൂർ SBI അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ജനറൽ മാനേജർ M ദിലീപ് റെഡ്ഡി നിർവഹിച്ചു. വിദേശ സഞ്ചാരികളെയും മുതിർന്ന പൗരന്മാരെയും കലാമണ്ഡലത്തിലെ യാത്ര സുഗമവും ആസ്വാദ്യകരവും ആക്കുന്നതിന് ബഗ്ഗി ഏറെ സഹായമാകുമെന്നും ഇതുവഴി കൂടുതൽ വിദേശ സഞ്ചാരികളെയും കലാമണ്ഡലത്തിലേക്ക് ആകർഷിക്കാനാകുമെന്നും ദിലീപ് റെഡ്ഡി പറഞ്ഞു. ചടങ്ങിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, ഗുരുവായൂർ റീജിയണൽ മാനേജർ ശിവഷൺമുഖരാജ്, ചീഫ് മാനേജർ പ്രിയ AK എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെരിങ്ങോട്ടുകുറിശി NSS കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. NSS ചിറ്റൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായ ഒരു കെട്ടിടം അത് ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കും. അദ്ദേഹത്തിന് നമ്മളെല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി കൊടുക്കാം. ആ തലക്കെന്ന് വരണം. പോരാ, കൈയടി പോരാ, പോരാ. നല്ല സന്തോഷത്തോടെ തിരിച്ചുകൊണ്ട് ചെയ്യണം. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ആശീർവദിച്ചിട്ട് പോയതാണ്. അടുത്ത പ്രസംഗം നിങ്ങളുടെ പുതിയ മന്ദിരത്തിലായിരിക്കണം എന്ന്. അത് നമ്മുടെ പ്രസിഡന്റ് നിങ്ങൾക്ക് വേണ്ടി സാക്ഷാത്കരിച്ചിരിക്കും. NSS കരയോഗം പ്രസിഡന്റ് ദേവദാസ് പുത്തൻവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി വിനീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രവികുമാർ മുരിങ്ങമല, താലൂക്ക് ഇൻസ്പെക്ടർ അഖിൽ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകുറിശി യോഗം ട്രഷറർ N ശ്രീജിത്ത് സ്വാഗതവും കരയോഗം സെക്രട്ടറി ശശികുമാർ നന്ദിയും പറഞ്ഞു. ആര്യനന്ദ പ്രാർത്ഥനയും ആചാര്യ അനുസ്മരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മുള്ളൂർക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അൽഫോൺസമയുടെയും സംയുക്ത തിരുനാൾ ജനുവരി 17, 18 തീയതികളിലായി സമുചിതമായി ആഘോഷിച്ചു. ഞായറാഴ്ച ഇടവകയിലെ പരേതർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ബലി നടക്കും. തിരുനാളാഘോഷത്തിന്റെ ഭാഗമായി പ്രസുതേന്തി വാഴ്ച, കൂട് തുറക്കൽ, വീടുകളിലേക്കുള്ള അമ്പ് വിതരണം എന്നീ തിരുകർമ്മങ്ങൾ ദിവ്യബലിയോട് അനുബന്ധിച്ച് നടന്നു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ ഷിജു ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികനായി. തുടർന്ന് വിവിധ കപ്പേളകളിൽ ലതീഞ്ഞ് എന്നിവ നടന്നു. വീടുകളിൽ നിന്നും പ്രാർത്ഥനയ്ക്കായി അമ്പുകൾ തിരിച്ചേൽപ്പിച്ചു. 18 തീയതി രാവിലെ ഇടവക വികാരി റവറന്റ് ഫാദർ ഷിജു ചിറ്റിലപ്പള്ളി ദിവ്യബലി അർപ്പിച്ചു. ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് റവറന്റ് ഫാദർ ജോൺ ഇമ്മട്ടി മുഖ്യ കാർമ്മികനായി. റവറന്റ് ഫാദർ റൈസൻ തട്ടിൽ തിരുനാൾ സന്ദേശം നൽകി. റവറന്റ് ഫാദർ അജോ പൂത്തൂക്കര സഹകാർമ്മികനായി. ദിവ്യബലിക്ക് ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിന് റവറന്റ് ഫാദർ അജോ പുത്തൂക്കര കാർമ്മികനായി. ശേഷം തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദവും തിരുശേഷിപ്പ് വണക്കവും നടന്നു. ട്രസ്റ്റിമാരായ AJ വർഗീസ്, അഖിൽ ജോസ് മേനാച്ചേരി, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ PP ദേവസി, റവറന്റ് സിസ്റ്റർ ശാലിന, റവറന്റ് സിസ്റ്റർ ബേർലി ജോർജ്, ദേവാലയ ശുശ്രൂഷി AJ ഷിബു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. KSSPU മംഗല യൂണിറ്റിന്റെ 33ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PP പ്രേമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. VI വേലായുധൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. CM വിപിൻ, P കൃഷ്ണൻ മാസ്റ്റർ, C കൃഷ്ണദാസ്,
KM ബാലകൃഷ്ണൻ, MK ശിവദാസൻ, TV ബാലസുബ്രഹ്മണ്യൻ, രാജൻ വാര്യർ എന്നിവർ സംസാരിച്ചു. K നന്ദൻ സ്വാഗതവും ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് നന്ദിയും പറഞ്ഞു. 9 മാസത്തെ ആനുകൂല്യം അനുവദിച്ചു. 15 മാസം കിട്ടേണ്ടത് 9 മാസത്തേക്കും അനുവദിച്ചു. അങ്ങനെ 92 കഴിഞ്ഞാൽ പിന്നെ പരിഷ്കരിക്കേണ്ടത് എന്താ? 97, 98 അന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ലാതെ സമയബന്ധിതമായി ശമ്പള പെൻഷൻ പരിഷ്കരണം നടന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പരിഷ്കരണം പറഞ്ഞത് 2003. പക്ഷേ കേരള സംസ്ഥാനം നാളെയും കേൾക്കുകയും ചെയ്തിട്ടില്ലാത്ത അതിശക്തമായിട്ടുള്ളൊരു സമരത്തിനാണ് അന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി സൗത്ത് 33ാം വാർഷിക സമ്മേളനം പെൻഷൻ ഭവനിൽ നടന്നു. പട്ടാമ്പി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N. രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശിക തന്നെ കുറച്ച് കിട്ടാനുണ്ട്. ഇതിപ്പോ നമ്മുടെ ഈ മേഖലയിൽ മാത്രമല്ല, ഒരു കരാറുകാരനോട് ചോദിച്ചാൽ, ഒരു കൃഷിക്കാരനോട് ചോദിച്ചാൽ, അങ്ങനെ സമൂഹത്തിന്റെ ഏത് മേഖലയിലുള്ളവരോട് ചോദിച്ചാലും ഇങ്ങനെ ഒരു സാമ്പത്തിക അസംതൃപ്തി പറയാം. അപ്പോൾ ഒറ്റപ്പെട്ട നമ്മുടെ പെൻഷൻകാരുടെ ഒരു പ്രശ്നമല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മുടെ ലോകം അഭിമുഖീകരിക്കുന്ന ഒരു പുത്തൻ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങൾ തന്നെയാണ്. പട്ടാമ്പി പെൻഷൻ ഭവനിലായിരുന്നു 31ാം വാർഷിക സമ്മേളനം. ചടങ്ങിൽ NG പിള്ള അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KM ഉണ്ണികൃഷ്ണൻ, AP രവീന്ദ്രനാഥൻ, ബൈജു ബാബു, AS വിജയൻ, MK രാധ, M കമലം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. KSSPU മണ്ണൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. വാർഷിക സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം P. സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PN സത്യജിത്ത് അധ്യക്ഷത വഹിച്ചു. ശ്രീധരൻ മാസ്റ്റർ അനുശോചന പ്രമേയവും M. കാസിം മാസ്റ്റർ സംഘടനാ റിപ്പോർട്ടും NR രവീന്ദ്രൻ വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. MN ശ്രീദേവി ടീച്ചർ, MC വാസുദേവൻ, MC രാമദാസ് എന്നിവർ സംസാരിച്ചു. വലിയ രീതിയിലൊന്നും കാര്യങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കാനും വിഷമം അങ്ങനെയുള്ള ജില്ലകൾ ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് തിരിച്ചത് പൂർത്തിയാക്കിയത് നമ്മുടെ പാലക്കാട് ജില്ലയാണ്. അതുപോലെ ഇടുക്കി ജില്ലയിൽ കുറച്ച് മെമ്പർഷിപ്പ് കിട്ടിയത് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളത്. ആ മെമ്പർഷിപ്പ് കൊണ്ട് അവർ നമുക്ക് പ്രത്യേകിച്ച് അനുഭവമാക്കിയാണ് അവർക്ക് സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് പഠിക്കണം. അവർ എല്ലാം തൊഴിൽ സമയത്ത് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ നമ്മളെക്കുറിച്ച് പ്രശംസിച്ചിട്ടുണ്ട്. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. വാർഡ് കൗൺസിലർ EP നന്ദകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ഐകെയർ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ EP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ പ്രിൻസി തോമസ് സ്വാഗതവും വളണ്ടിയർ അമൃത നന്ദിയും പറഞ്ഞു. സുരേഷ് കുമാർ, ഷൈജു എന്നിവർ സംസാരിച്ചു. തുടർ ചികിത്സ ആവശ്യമായവർക്ക് ഒറ്റപ്പാലം ഐകെയർ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ ലഭ്യമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1979-80 SLC ബാച്ചിന്റെ കൂട്ടായ്മ നടന്നു. 50-ൽ പരം അംഗങ്ങൾ കൂട്ടായ്മയിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം നാടിനെ നടുക്കിയ ദുരന്തത്തിൽ മരണമടഞ്ഞ കുടുംബത്തിനും മൺപറഞ്ഞ സഹപാഠികൾക്കും അധ്യാപകർക്കും MT വാസുദേവൻ നായർ പഠിപ്പിച്ച അധ്യാപകനായ ചെല്ലപ്പൻ ഭാഷയും അനുസ്മരിച്ചുകൊണ്ടാണ് സംഗമം ആരംഭിച്ചത്. ചടങ്ങിൽ മുൻ അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യമൊരുക്കുന്നതിലും ഈ ബാച്ച് അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. രവി ചൈക്കൽ, ഉമ്മർ പടപ്പ്, ശിവദാസ് മാസ്റ്റർ, മുഹമ്മദ് അലി, KN മനോഹരൻ, ബേബി K ഡേവിഡ്, മൊയ്തീൻകുട്ടി, VA മാലതി, C ശാരദ, PI താജ്, K സുരേന്ദ്രൻ, വിജയൻ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പത്രിപ്പാല അകലൂർ ശ്രീലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. യജ്ഞം 19-ന് സമാപിക്കും. ജനുവരി 20-ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കും. ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ. ജിതേഷ് പെരുമ്പാവൂർ, പാല ദിലീപ് നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന രുക്മിണി സ്വയംവര യാത്രയിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ യാത്ര ഭക്തിസാന്ദ്രമായി. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് രാവിലെ ഗണപതി ഹോമം, കലശാഭിഷേകം, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് ഘോഷയാത്രയും ഉണ്ടാകും. താലമേളങ്ങളുടെ അകമ്പടിയോടെ കുന്നുംപുറം പാടത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര പുറപ്പെടും. ഇവിടെ നിന്നും താലംകുളത്തിയ ശേഷം എഴുന്നള്ളിപ്പ് നെല്ലുകുത്താമ്പാറ വഴി വൈകിട്ട് 6:30-ന് ക്ഷേത്രത്തിലെത്തും. വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, പാണ്ടിമേളം എന്നിവയും രാത്രി 7:30-ന് തിരുവനന്തപുരം അഷ്ടപതി ക്രിയേഷൻസിൻ്റെ ആദി തിരുമകൾ എന്ന ബാലയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സ്പോർട്സ്. പെരിങ്ങോട്ടുകുറിശി, പരുത്തിപ്പുള്ളി, കുഴൽമന്തം പ്രദേശങ്ങളിലെ ശ്രീ ശബരി വിദ്യാനികേതന് കീഴിലുള്ള സ്കൂളുകളുടെ സംയുക്ത സ്കൂൾ സ്പോർട്സ് മീറ്റ് 2025 കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. മീറ്റ് റിട്ടയർഡ് കായിക അധ്യാപകനായ കെ സുനിൽ ബാബു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വാസന്തി ടീച്ചർ, അംബിക, സിനി തുടങ്ങിയവർ സംസാരിച്ചു. പരുത്തിപ്പുള്ളി ശ്രീ ശബരി സ്കൂൾ PTA പ്രസിഡന്റ് PK വിജയൻ സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കായിക പ്രതിഭകളുടെ മനോഹരമായ മാർച്ച് ഫാസ്റ്റും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാറ്റൊലി. പൊതുസ്ഥലങ്ങളിലും നിരത്തുകളിലും രാഷ്ട്രീയ പാർട്ടികളുടേതുൾപ്പെടെ പ്രചരണ ബോർഡുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കിൽ ചില ഇളവുകൾ നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഹൈക്കോടതി വിധി ലംഘിക്കാതെയും സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കാതെയും നിയമപരമായ അനുമതിയോടെയും ബോർഡുകൾ സ്ഥാപിക്കാനും നിശ്ചിത സമയത്തിനകം ഇവ തിരിച്ചെടുക്കാനും അനുവദിക്കുന്ന തരത്തിൽ വ്യവസ്ഥ കൊണ്ടുവരാനാണ് നീക്കം. ഇതിന്റെ ആവശ്യമുണ്ടോ? മാറ്റൊലിയിലേക്ക്. PWD റോഡുകളും പൊതുജനങ്ങൾക്ക് നടക്കാൻ 2 സൈഡിൽ കൂടെ നടക്കാനും നടുക്കിൽ കൂടെ വാഹനങ്ങൾക്ക് ഗതാഗതം ചെയ്യാനും മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ തടസ്സങ്ങളോ ബാനറുകളോ ഇതൊന്നും പാടില്ല. അതൊക്കെ റോഡിന് അഭിമുഖമായിട്ട് ഈ സൈഡിൽ അവരവരുടെ സ്ഥാപനങ്ങൾ അവരവർ കെട്ടുന്നത് മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം CPM-ന് പണമുണ്ടാക്കാനുള്ള വൻ അഴിമതിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. തീരുമാനം ഉടൻ പിൻവലിക്കണം. എക്സൈസ് മന്ത്രിയുടേത് വിചിത്രമായ വാദങ്ങൾ. ബ്രൂവറി സ്ഥാപിക്കാനുള്ള നീക്കത്തെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി നേരിടുമെന്നും രമേശ് ചെന്നിത്തല. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന RSS നേതാവ് മോഹൻ ഭഗവതിന്റെ പ്രസ്താവന സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും സമരസേനാനികളെയും അപമാനിക്കുന്നതിന് തുല്യമെന്ന് AICC OBC വിഭാഗം ചെയർമാൻ ക്യാപ്റ്റൻ അജയ് സിംഗ് യാദവ്. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കി സാമൂഹ്യനീതി ഉറപ്പാക്കണം. കേരള പ്രദേശ് OBC ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭരണഘടനാ സംരക്ഷണ സമ്മേളനം പാലക്കാട്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത്. മുഖ്യപ്രതികൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് പ്രധാന ഏജന്റുമാരായ സന്ദീപ് തോമസും സുമേഷ് ആന്റണിയും. സന്ദീപിനെ കസ്റ്റഡിയിലെടുത്തത് കൊച്ചിയിൽ നിന്നും സുമേഷിനെ തൃശൂരിൽ നിന്നും. മങ്കരയിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് CPM. അഴിമതി സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം. വെട്ടിപ്പൊളിച്ച ഗ്രാമീണ റോഡുകൾ നവീകരിക്കാത്തത് യാത്രാ ദുരിതം രൂക്ഷമാക്കിയെന്നും CPM നേതാക്കൾ. പട്ടാമ്പി തടയണ നിർമ്മാണം ഈ വേനലിൽ തന്നെ പൂർത്തീകരിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ഭാരതപ്പുഴയിൽ കീഴായൂർ ഞാങ്ങാട്ടിരി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തടയണ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനും കാർഷിക ജലസേചനം കാര്യക്ഷമമാക്കുന്നതിനും സഹായകരമാകുമെന്ന് പ്രതീക്ഷ. തടയണ പ്രദേശത്തെ ടൂറിസം സാധ്യതകളും പ്രയോജനപ്പെടുത്തും. എരുമപ്പെട്ടി കടങ്ങോട് പാറപ്പുറത്ത് സ്വകാര്യ വളപ്പിൽ മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും. അവശിഷ്ടങ്ങൾ 3 മാസം മുമ്പ് കാണാതായ പ്രദേശവാസിയായ വയോധികന്റേതെന്ന് നിഗമനം. വയോധികൻ തൂങ്ങിമരിച്ചതാകാമെന്നും പിന്നീട് മൃതദേഹം കയർ പൊട്ടി താഴെ വീണതാകാമെന്നും പോലീസ്.
വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ AI ടീച്ചർ എത്തി. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികവ് പുലർത്തുന്ന രാജ്യത്തെ സംസ്ഥാനം ഏതെന്ന UR പ്രദീപ് MLA ചോദ്യത്തിന് കേരളമെന്ന് AI ടീച്ചറുടെ ഉത്തരം. നിർമ്മിതി ബുദ്ധിയുടെ കാലത്ത് കുട്ടികളുടെ പഠന ആധുനിക രീതിയിൽ ഉല്ലാസകരമാക്കുക എന്നതാണ് AI ടീച്ചറുടെ ദൗത്യമെന്ന് സ്കൂൾ അധികൃതർ. വർണ്ണദീപങ്ങളുടെ അലങ്കാരപ്രഭയിൽ മലമ്പുഴ പുഷ്പോത്സവത്തിന്റെ രാക്കാഴ്ച. പൂക്കാലം 2025 സന്ദർശകരുടെ മനം കവരുന്നു. തൃശൂർ ശക്തൻ നഗറിൽ പൂക്കളുടെ പൂരം. ഊട്ടി പുഷ്പോത്സവത്തോടെ കിടപിടിക്കുന്ന ഫ്ലവർ ഷോ കാണാനെത്തുന്നത് നൂറുകണക്കിന് ആളുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.